നിങ്ങളുടെ സ്വന്തം ബാലാമണി പറഞ്ഞു നമ്മുടെ കുടിക്കലോട് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതാ നേരത്തെ നീച്ച് കുളിയും കാരണമൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇത് ഞാൻ അമ്മേനെ കൊണ്ട് പറഞ്ഞ് ചെയ്യിപ്പിച്ചാണ് ടാറ്റ. പിന്നെ ഇത് അഞ്ചേച്ചീനെ വെയിറ്റ് ചെയ്ത് കണ്ടോ. അഞ്ചേച്ചിയും ശ്രീകുട്ടിയും കൂടിയിട്ട് പാല് വാങ്ങാൻ വേണ്ടി പോയി കേട്ടോ മിൽമയ്ക്ക്. അങ്ങനെ അത് അവർ എത്തിയിട്ടുണ്ട്. പിന്നെ ഗണപതി ഹോമൊക്കെ നേരത്തെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്ക് വീഡിയോ എടുക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതിൻ്റെ പ്രസാദമൊക്കെ അത് അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതാ ഗണപതി ഹോമം കഴിച്ചതിൽ തന്നെ കുറച്ച് വെണ്ണീരെടുത്ത് പാല് കാച്ചാൻ അടുപ്പിലേക്ക് ഇടണം കേട്ടോ. എന്നിട്ട് വേണം പാല് കാച്ചാനായിട്ട്. അപ്പോൾ അത് അമ്മായി പാത്രത്തേക്ക് ഇതാ പാലൊഴിക്കാനായിട്ടാ. പിന്നെ അതിന് മുമ്പായിട്ട് നമ്മൾ വിളക്ക്, അതുപോലെ കിണ്ടിയിൽ വെള്ളം, പിന്നെ പാലുണ്ടല്ലോ അതും കൂടിയിട്ട് നമ്മൾ വീടിന് ചുറ്റും ഇങ്ങനെ വലം വെക്കാൻ കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഒരു തുളസിത്തല നട്ടുണ്ടാവും. അതിന് നമ്മൾ കിണ്ടിയിലുള്ള വെള്ളം ഒഴിക്കണം, എന്നിട്ട് വലം വെക്കുന്നത് കേട്ടോ. അത് കഴിഞ്ഞിട്ട് വേണം നമ്മൾ വീടിൻ്റെ ഉള്ളിലേക്ക് കയറാനായിട്ട്. അങ്ങനെ അത് ഐശ്വര്യമായിട്ട് വീടിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ട് കേട്ടോ. ഇനി നമ്മളിത് അടുപ്പിലേക്ക് വിറകും കൈകളൊക്കെ വെച്ചിട്ട് പാല് വെക്കാൻ വേണ്ടി പോകാൻ കേട്ടോ. അങ്ങനത്തെ ആ പാല് വെച്ചിട്ട് കുറച്ച് കഴിഞ്ഞപ്പോഴേക്ക് ഇത് നല്ലപോലെ തിളച്ച് ഇങ്ങനെ പുറത്തുകൂടെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. കണ്ടോ, നല്ല സന്തോഷമായിട്ടുണ്ടായിരുന്നില്ലായിരിക്കും. പിന്നെ നമ്മൾ തിളപ്പിച്ച പാല് കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇതാ ഗണപതി ഹോമത്തിൻ്റെ പ്രസാദം ഉണ്ടല്ലോ അത് കഴിക്കാൻ കേട്ടോ. അങ്ങനത്തെ എല്ലാവർക്കും കൊടുത്തിട്ട് നമ്മളും കഴിച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾ ചായ കുടിക്കാൻ വേണ്ടി പോകാൻ കേട്ടോ. വട, ഇഡ്ഡലി, പിന്നെ ചട്നി, സാമ്പാർ, കമ്മതി, പിന്നെ ചായ ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ കൂട്ടിയിട്ടാണ് നമ്മൾ എല്ലാവരും കൂടി ചായ കുടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനത്തെ എല്ലാവരും കൂടി കഴിഞ്ഞപ്പോൾ ഞങ്ങളും ചായ കുടിക്കാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഏറ്റവും കൂടുതൽ വട കഴിച്ചിട്ടുള്ളത് ഞാനാണ് കേട്ടോ. എനിക്ക് വട നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ അഞ്ചേച്ചിയും ഉണ്ണിയും എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഉണ്ണിയുടെ കൂടെ കളിക്കാൻ കേട്ടോ. ഇവൻ്റെ കൂടെ കളിക്കാതെ സമയം പോകുന്നത് അറിയില്ല കേട്ടോ. അങ്ങനെ കുറേ നേരം അവൻ്റെ കൂടെ കളിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എല്ലാവരും ഇത് അടുക്കളയിൽ കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഉച്ചത്തെ ചോറിനുള്ള പരിപാടി നോക്കാൻ കേട്ടോ. അതിൻ്റെ ഇടയിൽ ദുർഗത വീഡിയോ കോളൊക്കെ ചെയ്തിട്ടോ. പിന്നെ ഇതാ ചോറും കറികളൊക്കെ ആയിട്ടുണ്ട്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്ക് ഇത് സതീഷ് ഭായി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ചേച്ചിയും എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും അവർ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മളിതാ ചോറ് കഴിക്കാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു. ചോറൊക്കെ കഴിച്ച് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും അഞ്ചേച്ചിയും മുന്നിയും ഗീത ചേച്ചിയൊക്കെ പോകാൻ നിൽക്കാൻ കേട്ടോ. അങ്ങനത്തെ ഓട്ടോറിക്ഷ വന്നിട്ട് അവർ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി നമ്മൾ ഗിഫ്റ്റ് തുറന്നാക്കാൻ വേണ്ടി പോകാൻ കേട്ടോ. അങ്ങനെ എല്ലാവരും എന്നിട്ട് നമ്മളതൊക്കെ തുറന്നാക്കിയിട്ടുണ്ടായിരുന്നു. എല്ലാവരും ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള ഒരു പുതിയൊരു ഇടുന്നതായിരിക്കും. ബൈ ഗൈസ്.